ഐ ആം RJ ജ്വൽ. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിടിലൻ സംഭവമാണ് കേട്ടോ. 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ പെരുമ്പാവൂരിലുള്ള ചിത്രപീഠമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്കെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന നമ്മളുടെ എല്ലാം ഇപ്പോൾ നമുക്കറിയാം ഫോട്ടോസ് എല്ലാം പഴയ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ദ്രവിച്ചു പോകുന്ന ഫോട്ടോസുകൾ ഇതിനെല്ലാം ഏറ്റവും പുതുമയോടെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം എന്ന് വേണ്ട അതെല്ലാമാണ് ചിത്രപീഠത്തിലുള്ളത്. അപ്പോൾ ചിത്രപീഠം നമുക്കൊന്ന് പരിചയപ്പെടാം. വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രപീഠത്തിലെ പൗലോ സാറ് ഏകദേശം 35 വർഷത്തോളം ആയിട്ട് കൊണ്ടു നടക്കുന്ന സ്ഥാപനമാണ് ചിത്രപീഠം. എനിക്ക് തോന്നുന്നു 23-ാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് മാത്രമല്ല അധ്യാപകനായിട്ടാണ് തുടങ്ങിയത്. ഒരു 150-ൽ പരം കുട്ടികളെ KGT ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടി ഗവൺമെന്റ് സർവീസ് കിട്ടി കഴിഞ്ഞപ്പോൾ അത് നിർത്തി. തുടർന്ന് ചിത്രങ്ങൾ തയ്യാറാക്കി കൊടുക്കുമായിരുന്നു. ഈ കഴിഞ്ഞ 2023-ലാണ് റിട്ടയർ ചെയ്യുന്നത്. ആ സമയം വരെ പെയിന്റിങ്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ജോലിയോടൊപ്പം തന്നെ എന്റെ ഭാര്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈഫിന്റെ സ്ഥാപനമാണ്. ഇവിടെ ഒരു വർക്കർ എന്ന രീതിയിൽ സഹായിക്കാനൊക്കെ വരും. ഈ കഴിഞ്ഞ 2023-ന് ശേഷം സജീവമായിട്ട് രംഗത്തേക്ക് ഇറങ്ങി. അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആധുനിക തരത്തിലുള്ള പ്രിന്റിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റിങ്ങും അതുപോലെ തന്നെ മാനുവലായിട്ടും ക്രിയേറ്റ് ചെയ്ത് പെയിന്റിങ് ചെയ്യാൻ തുടങ്ങിയത്, വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ധാരാളം കസ്റ്റമേഴ്സ് അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ ചിത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഞങ്ങളുടെ വർക്ക്. ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നിറയെ ചിത്രങ്ങളാണ്. ഇത് ഏതാണ്? ഇപ്പൊ ചിലത് നമുക്കറിയാം, പെൻസിൽ ഡ്രോയിങ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ചിലത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. പക്ഷെ ചിലത് കാണുമ്പോൾ ഇത് ഏത് മീഡിയത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. പക്ഷെ ഈ താരതമ്യേന കോസ്റ്റ് നോക്കുമ്പോൾ ചിലതിന് വളരെ കൂടുതലാണ് എന്ന് നമുക്ക് തോന്നിയാലും ചിലതിന് വളരെ കുറവുമാണ്. അപ്പോൾ ഇതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മീഡിയത്തിലേക്ക് വന്ന അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ പെയിന്റ് ഉപയോഗിച്ച് മാനുവലായിട്ട് ചിത്രം വരച്ച ഒരുപാട് സമയം വേണ്ടി വരും. ആ സമയത്തെ ലഘൂകരിച്ചിട്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും ലാഭകരമായ രീതിയിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ ഞങ്ങൾ പറ്റുന്ന മെഷീനറികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യെസ്. അപ്പോൾ മെഷീനറീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഏറ്റവും ലാഭകരമായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരു കാര്യം വരയ്ക്കുവാണെങ്കിൽ ഏകദേശം 1 മാസമൊക്കെ എടുത്തിരുന്നത് ഇപ്പോൾ 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു 6 സ്റ്റാഫ് ഉണ്ട്. 6 സ്റ്റാഫ്. ഒരു കുട്ടി ഇവിടെ ഉള്ളത് മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന കുട്ടിയാണ്. ആൾ മ്യൂറൽ പെയിന്റിങ് ചെയ്യും. മറ്റുള്ളവർ അതുപോലെ പ്രിന്റിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന ഒരാൾ, അതുപോലെ ഫ്രെയിമിങ്, ഫോട്ടോ ഫ്രെയിമിങ്, പറയുന്ന ഏത് തരത്തിലുള്ള ഫ്രെയിമിങ്, ഇപ്പോൾ ആധുനികമായിട്ടുള്ള ബോക്സ് ഫ്രെയിം മുതൽ സാധാരണ ഫ്രെയിം മുതൽ നിരവധി ഫ്രെയിംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അക്രിലിക് പ്രിന്റ് ചെയ്തിട്ട് സ്പൈസർ വെച്ച് ഭിത്തിയിൽ സ്പൈസർ വെച്ച് വെക്കുന്നു. LED ഇതുപോലെ ഇത്തരത്തിൽ LED ഫോട്ടോസ് ലൈറ്റ് കത്തുന്ന തരത്തിലേക്ക് ചെയ്യുന്നു. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ട് പറയുന്ന തരത്തിൽ വരച്ചു കൊടുക്കും. പ്രിന്റ് എല്ലാം ചെയ്ത് പ്രിന്റ് അടിക്കണേ അങ്ങനെ ചെയ്ത് കൊടുക്കും. അത് വേറെ. മെയിനായിട്ട് പോകുന്നത് കസ്റ്റമേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് വരുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതൊരു ഐറ്റംസും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ അടുത്ത ദിവസം ചെയ്തതാണ് ഇത്. നമ്മുടെ ജില്ലാ കളക്ടറാണ്. അദ്ദേഹം പെരുമ്പാവൂരിൽ വരുന്നു. പെരുമ്പാവൂർ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ സമീപിച്ചിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു തീർച്ചയായിട്ടും ആ ഒരു ചിത്രം നമ്മൾ 3000 രൂപയ്ക്കാണ് കൊടുത്തത്. എന്റെ സുഹൃത്തു കൂടിയാണ്, 1000 രൂപയ്ക്ക് കൊടുത്തു. പക്ഷെ 3000 രൂപ മാനുവലായിട്ട് വരച്ച ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ അതിനകത്തൊരു സഹായം ഞാൻ തേടിയേക്കുന്നത് മാനുവലായിട്ട് കളർ അപ്ലൈ ചെയ്തിട്ട് മെഷീനിൽ കയറ്റിയിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള ഇങ്ക് പ്രിന്ററിലാണ് പ്രിന്റ് അടിക്കുന്നത്. അത് ഇങ്ക് എന്ന് പറഞ്ഞാല് അക്രലിക് പെയിന്റ് പോലെ തന്നെ ലോങ് ലൈഫ് ഉള്ള ഇങ്കാണ്. ഏകദേശം എത്ര നാൾ നിലനിൽക്കും അത്? 200 ആണ് അവർ പറയുന്നത്. 200 ഇയേഴ്സ് ആണ് കേട്ടോ ഇതിന്റെ ഒരു കാലാവധി. UV പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രിന്റിംഗ് ആണ്. ക്യാൻവാസ് പടം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ക്യാൻവാസിലേക്ക് തന്നെ ഡയറക്റ്റ് പ്രിന്റ് അടിക്കുക. ഫ്ലാറ്റ് ബെഡ് പ്രിന്റിംഗ് ആണ്. ഇപ്പൊ പെരുമ്പാവൂരിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളാണ് ആദ്യമായിട്ട് എടുത്തതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഫ്ലാറ്റ് ബെഡ് പ്രിന്റിംഗ്. അതിനകത്ത് പ്രിന്റ് അടിക്കുന്നതാണ് അക്രലിക്, മൾട്ടിവുഡ്, പിന്നെ മെറ്റൽ ഷീറ്റ്, ഫ്ലാറ്റ് ആയിട്ടുള്ള എന്ത് മീഡിയത്തിലും ഞങ്ങൾ പ്രിന്റ് അടിക്കാം. അത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ ചിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അക്രലിക്കിലേക്ക് പ്രിന്റ് അടിച്ചിട്ട് സ്പൈസർ ചെയ്ത് വെച്ചേക്കാണ്. സ്പൈസർ ഭിത്തിയിലേക്ക് ചെയ്തു വെക്കുന്ന ഫ്രെയിം ഇല്ലാത്ത തരത്തിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ അങ്ങനത്തെ വർക്കുകളാണ്. മുകളിൽ വരുമ്പോൾ ഇത് വാട്ടർ കളർ ജലഛായ ചിത്രം, ഫാമിലി കുടുംബത്തിന്റെ ചിത്രം തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്.
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അക്രലിക്കിൻ്റെ തന്നെ വളരെ ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രിന്റിങ് രീതിയാണിത്. ഭിത്തിയിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. ഇത് സ്പൈസർ ചെയ്തേക്കുന്നു, ഇത് പേസ്റ്റിങ് നടത്തിയേക്കുവാണ്. അങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ കാണുന്ന ബോക്സ് ഫ്രെയിമും അല്ലാതെ സിമ്പിൾ ഫ്രെയിംസും ഒക്കെ കാണാം. ഇത് പെൻസിൽ ഡ്രോയിങ് ആണ്. ഇതിന്റെ ഓരോന്നിന്റെയും പ്രിന്റിങ്ങും പെയിന്റിങ്ങും അതുപോലെ തന്നെ ഈ ഫ്രെയിമും എല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ? ഡിഫറെന്റ് ആണ്. നമ്മൾ വെറൈറ്റി ആണ് ചെയ്യുന്നത്. ഇതിന്റെ ഇപ്പൊ ഫ്രെയിം കണ്ടതറിയാൻ പറ്റും. വളരെ നാരോ ഫ്രെയിംസ്, പക്ഷെ ബോക്സ് ആണ് ഭിത്തിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്തേക്കാണ്. ഇത് ഡിജിറ്റൽ പ്രിന്റ് എടുത്തിട്ട് ഫ്രെയിം ചെയ്തേക്കുന്നതാണ്. ഇത് അതുപോലെ തന്നെ ഗാന്ധിയുടെ പടം നേരത്തെ വരച്ച ചിത്രത്തിന്റെ പ്രിന്റ് ആണ്. വരച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കാലുകഴുകൽ അറിയാലോ, നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതല്ലേ. അതിന്റെ തന്നെ വേറെ ഒരുപാട് പിക്ചർ ഉണ്ട്, വലിയ ചെറുതായിട്ടുള്ളത്. നന്നായിട്ട് പോകുന്നതാണ് ചിത്രമൊക്കെ, അതുണ്ട്. പിന്നെ ഇതൊക്കെ പ്രിന്റാണ്, ശരിക്കും ലൈവ് വരച്ചേക്കണല്ല, പക്ഷെ മീഡിയ അക്രിലിക് ക്യാൻവാസ് ആണ്. ക്യാൻവാസ് പിന്നെ മൾട്ടിവുഡ്, അങ്ങനെ പലതരത്തിൽ പ്രിന്റ് അടിക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പിഗ്മെന്റ് പ്രിന്റ് എന്ന് പറഞ്ഞ സംവിധാനമാണ്. അതിനകത്ത് ലോങ് ലൈഫ് കളറാണ്. കളർ ഒരിക്കലും മങ്ങില്ല. അതാണ് ഒന്നും ഞങ്ങള് ഈ ഓപ്സെറ്റ് വർക്കുകൾ ഞങ്ങൾ ചെയ്യാറില്ല. അത് ചെയ്ത കളർ ഫെയ്ഡ് ആവും. ഇതെല്ലാം ഏകദേശം നമുക്കൊരു 100 ഇയേഴ്സോളം അങ്ങനെ തന്നെ നിക്കണം, എന്നാലാണ് ആളുകൾ വാങ്ങുള്ളൂ. അതുപോലെ ഈ ഫ്രെയിമുകൾ ഇപ്പൊ പറയുവാണെങ്കിലേ, ഫ്രെയിമുകളുടെ നല്ല വെറൈറ്റി ഇവിടെ ഇല്ലേ? വെറൈറ്റി ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു പടത്തിന് ചേരുന്ന ഫ്രെയിമുകളാണ് ഞങ്ങൾ ഇടുന്നത്. ഓരോ പടത്തിനും ഓരോ ടൈപ്പ് ഫ്രെയിമാണ് ചേരുന്നത്. ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ഫ്രെയിം ഓരോന്നിനും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ന ഫ്രെയിം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന, കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഞങ്ങൾ ചെയ്തു. അതാണ് വർക്ക്. ഞങ്ങള് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ റീമേക്ക് ചെയ്യാണ്. ഒരു കാരണവശാലും നല്ലൊരു പിക്ചർ നമുക്കതിൻ്റെ സോഫ്റ്റ് കോപ്പി ഒന്നും നമുക്ക് വാങ്ങാൻ കഴിയില്ല. ആ കോപ്പി ഞങ്ങൾ വർക്ക് ചെയ്തുണ്ടാക്കുന്ന ചിത്രങ്ങളാണ്. എല്ലാ ചിത്രങ്ങൾക്കും അതിൻ്റെ ക്ലാരിറ്റി നിലനിർത്താൻ വേണ്ടി കമ്പ്യൂട്ടറിൽ പിന്നെ ടാബ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുകയാണ്, ഡിജിറ്റലായിട്ട് പെയിന്റ് ചെയ്യാണ്. റീമേക്ക് ചെയ്യാന്ന് പറയും ശരിക്കും പറഞ്ഞു. അതാണ് ഇവിടെ നടക്കുന്ന വർക്കുകൾ. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ചിത്രമാണല്ലോ. അത് ഈ ഒടുവിലത്തെ താഴം എന്ന് പറഞ്ഞ ഒരു 7 വേർഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എവിടെ നിന്നൊക്കെ നെറ്റിൽ നിന്ന് പടങ്ങൾ കിട്ടും, അത് റീമേക്ക് ചെയ്യും. അല്ലാണ്ട് ഒറിജിനൽ പിക്ചർ, നല്ല പിക്ചർ നമുക്ക് കിട്ടില്ല. അത് റീമേക്ക് ചെയ്യുമ്പോൾ പക്ഷെ നല്ല നാച്ചുറൽ ആയിട്ട് തോന്നുന്നു. അതിന്റെ ക്ലാരിറ്റി ഞങ്ങൾ അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഇതിപ്പോ ഗുരുവായൂരപ്പന്റെ ചിത്രമാണ്. അത് വളരെ ക്വാളിറ്റി കുറഞ്ഞ പിക്ചറാണ് നമുക്ക് കിട്ടുക. അതിനെ ഞങ്ങൾ ഇങ്ങനെ ഡിജിറ്റൽ പെയിന്റ് ചെയ്ത് ക്ലാരിറ്റി ആക്കി എടുക്കുകയാണ്. നാരായണ ഗുരുവിന്റെ ചിത്രം ഒരുപക്ഷെ ഇവിടുന്ന് നന്നായിട്ട് പോയിട്ടുള്ള ചിത്രമാണിത്. ധാരാളം ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്ന ചിത്രമാണ്. ഗുരുദേവന്റെ നല്ലൊരു ചിത്രം കിട്ടാൻ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് ഇവിടെ നിരാശപ്പെട്ടു പോകേണ്ടി വരാറില്ല. ഇതൊരു 6,000 റുപ്പീസ് ഒക്കെ വരുന്ന 3-2 ചിത്രമാണ്. 6,000 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കും. താഴെ ഇരിക്കുന്ന ചിത്രം എന്ന് പറയുമ്പോൾ ഒരു 3,500 രൂപ ചെറിയ ചിത്രങ്ങൾ. ഇതെല്ലാം തന്നെ പിഗ്മെന്റ് പ്രിന്റ് ആണ്, ലോങ് ലൈഫ് പ്രിന്റ് ആണ്. ഒരു കാരണവശാലും കളർ ഫെയ്ഡ് ആവില്ല. അതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത. നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം കളർ ഫെയ്ഡ് ആവാത്ത തരത്തിലേക്കാണ് ചെയ്യുന്നത്. ലൈവായിട്ട് വരയ്ക്കുന്നുണ്ട്, ഒപ്പം തന്നെ പ്രിന്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ലൈവായിട്ട് വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്ക്വയർ ഫീറ്റ് 4,000 രൂപ ഒക്കെ വരും. അതിന് പ്രിന്റ് ആയിട്ട് വരുമ്പോൾ 1,500 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ കഴിയും. ആ തരത്തിലേക്ക് ഞങ്ങൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മ്യൂറൽ പെയിന്റിംഗ് ആണ്. ഇത് ഒരു കസ്റ്റമറുടെ മ്യൂറൽ പെയിന്റിംഗ് ഞങ്ങൾ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതാണ്. ഫ്രെയിമിംഗ് ആണ് മെയിൻ പരിപാടികളിലൊന്നാണ് ഫ്രെയിമിങ്. ഇതിലൊന്നാണ് ഒരു കസ്റ്റമർ കൂടെ തന്നു. ഒരു ഹൗസ് വൈഫ് ചെയ്താണ് അദ്ദേഹം വരച്ച ചിത്രം ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കും. പുറകിലിരിക്കുന്ന ഞാൻ വരച്ച ഒരു നൈഫ് പെയിന്റിംഗ് ആണ്, അക്രിലിക്കിന്റെ നൈഫ് പെയിന്റിംഗ് ആണ്. എല്ലാം തന്നെ സെയിലിനുള്ളതാണ് കേട്ടോ. ആൾക്കാർ വന്നിട്ട് നമുക്ക് ഇവിടെ വന്ന എല്ലാം തന്നെ വാങ്ങുകയും ചെയ്യാം. വരുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന സൈസിലേക്ക് ആക്കി തരും. അവർക്ക് കസ്റ്റമൈസ് ചെയ്തും കൊടുക്കും, അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് വാങ്ങുകയും ചെയ്യും. മുകളിലിരിക്കും ഉമ്മൻചാണ്ടി സാറിന്റെ പടം ധാരാളമായിട്ട് പോയി. അന്ന് സാറ് പോയ സമയത്ത് ധാരാളമായിട്ട് ആളുകൾ വാങ്ങിയ ഒരു ചിത്രമാണ്. ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ ഫ്രെയിമിലാക്കുന്നതിനനുസരിച്ചാണ് ആ ചിത്രത്തിന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുക. ഞങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ഫ്രെയിമുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഫ്രെയിമിന്റെ സെറ്റാണ് ഈ കാണുന്നത്. കസ്റ്റമേഴ്സ് ഇത് കണ്ടിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള ഫ്രെയിമുകൾ പറയും, അതിട്ട് കൊടുക്കും. ഇത് കൂടാതെ ഇതിനകത്ത് ബോക്സ് ഫ്രെയിം കാണിച്ചിട്ടില്ല. ബോക്സ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൊജക്ട് ചെയ്ത പുതിയൊരു ഫ്രെയിമിംഗ് രീതിയാണ്. അതും ഇവിടെ ഉണ്ട്. ഏത് തരത്തിലേക്ക് ഇതൊക്കെ പിന്നെ ആളുകളുടെ ഓർഡറുകളാണ്.
ഈ ഗെറ്റ്സെമനയിലെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പെയിന്റിങ്, ഇത് നമ്മൾ റീമേക്ക് ചെയ്തേക്കണെയാണ്. ഇത് കളറും ഫെയ്ഡ് ആവില്ല. അത്തരത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ചിത്രം നമ്മുടെ അടുത്ത് മാത്രമേ ഉണ്ടാവൂ, വേറെ സ്ഥലത്ത് കിട്ടാൻ സാധിക്കില്ല. കാരണം ഇവിടെ എല്ലാ പ്രിന്റിങ്ങും ഇവിടെ തന്നെയാണ്, ഫ്രെയിമിങ്ങും ഇവിടെ തന്നെയാണ്. താഴേക്ക് വരുന്ന ഇത് ലൈവായിട്ട് നൈഫ് വെച്ചിട്ട് അക്രലിക് പെയിന്റ് ഉപയോഗിച്ചുകൊണ്ട് പെയിന്റ് ചെയ്ത ഒരു പെയിന്റിംഗ് ആണ്. ഇതൊക്കെ പ്രിന്റാണ്, എല്ലാം പ്രിന്റുകളാണ് ഈ കാണുന്നത്, കൂടുതലും പ്രിന്റുകളാണ് കാണുന്നത്. പിന്നെ ഇടയ്ക്ക് ചില ആളുകൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെറിയ ശില്പങ്ങൾ ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ക്യൂട്ടായിട്ട് തോന്നുന്ന കുറേ ശില്പങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് സെയിലിന് വെക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഞങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല, അത് അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. ഈ കാണുന്ന എല്ലാം മ്യൂറൽ പെയിന്റിങ്ങിൻ്റെ പ്രിന്റുകളാണ്. പ്രിന്റുകൾ എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ ഫീറ്റ് 1500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് ഏറ്റവും ചീപ്പായിട്ട്. ഒരു കാരണവശാലും ഒരു ആർട്ടിസ്റ്റിന് നേരിട്ട് വരയ്ക്കുന്ന ചിത്രം കൊടുക്കാൻ കഴിയില്ല. വരയ്ക്കുമ്പോൾ 4000 രൂപയോളം സ്ക്വയർ ഫീറ്റ് വരും. ആ ചിത്രത്തിന് ഞങ്ങൾ ഇങ്ങനെ പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കാരണവശാലും വരച്ചതാണോ പ്രിന്റാണോ തിരിച്ചറിയാൻ പറ്റില്ല. UV പ്രിന്റിംഗ് ആണ് നടത്തുന്നത്. UV പ്രിന്റിങ്ങിലൂടെ വരുമ്പോഴത്തേക്കും ക്വാളിറ്റി കൂടുതൽ നിൽക്കും. എടുത്തു പറയേണ്ട ഒരു ചിത്രമാണ് കേട്ടോ. അതായത് ഇതിപ്പോ നമ്മൾ കാണുന്നത് ലൈറ്റ് ഇട്ടതാണ്, അതായത് LED ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണിത്. അതും ഈ ഒരു ചിത്രത്തിന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ കാണുന്ന ലാസ്റ്റ് സപ്പറിന്റെ ആ ഒരു ഫോർമാറ്റേ അല്ല, ഇത് വേറൊരു ഡിഫറെന്റ് സ്റ്റൈലിൽ അവരുടെ ആ ഫേസ് ഒക്കെ വളരെ നന്നായിട്ട് നമുക്ക് അടുത്തറിയാൻ പറ്റുന്നു, അവരുടെ ആക്ഷൻസും എല്ലാം തന്നെ. എപ്പോഴും കാണുന്ന ആ ഒരു ലാസ്റ്റ് സപ്പറിന്റെ ഫോട്ടോസേ അല്ലാത്ത ഡിഫറെന്റ് രീതിയിൽ ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല ഇത് LED ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നെറ്റിൽ നിന്നൊക്കെ നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത പിക്സൽ പൊട്ടിപ്പോയ പടം എടുത്തിട്ട് നമ്മൾ റീമേക്ക് ചെയ്യാണ്. റീമേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഞങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് ക്യാൻവാസിലേക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ LED ലൈറ്റാണ്. ഇപ്പം തന്നെ ഇതിൻ്റെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ പിക്ചർ കാണാൻ വേറൊരു ഇഫക്റ്റാണ്. ഇത് കണ്ടോ, ഇത് പിക്ചറായിട്ടും കാണാം, വീട്ടിൽ വെക്കാം. ഒരു വീട്ടിൽ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ചറായിട്ട് കാണാം. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റോടുകൂടി കാണാം. ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു പിക്ചറിന് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എത്ര ആളുണ്ടോ, 1000 ആളുകളുണ്ടോ, അത്രയും ആളുകൾ. ഇത് വേൾഡ് ജീനിയസ് ആണ്. നമ്മൾ കാർൽ മാർക്സ് മുതൽ എംഗൽസ്, മഹാത്മാഗാന്ധി, ടാഗോർ, ഗലീലിയോ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച് ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പിക്ചർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ വന്ന ഗസ്റ്റിന് ആളുകളെ കണ്ടെത്താൻ കഴിയുന്ന നല്ലൊരു വർക്കായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ധാരാളമായിട്ട് വിറ്റ് പോകുന്ന ചിത്രമാണിത്. ഈ ചിത്രവും നമ്മൾ നെറ്റിൽ നിന്ന് എടുത്തിട്ട് റീമേക്ക് ചെയ്തതാണ്. LED ആണിത്. ഇത് LED ലൈറ്റ് കത്താം, മറ്റേ കത്തിച്ചിടാം, ഇല്ലെങ്കിൽ പെയിന്റിംഗ് ആയിട്ടും വെക്കാം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പെയിന്റിംഗ് ക്യാൻവാസിലേക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് നല്ല ഭംഗിയാണ്. ആഡ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആള് സ്പേസ് അനുസരിച്ച് ആൾ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനും പറ്റും. അതാണ് പെയിന്റിങ്ങിന്റെ. ഇത് ധാരാളമായിട്ട് പോകുന്നതാണ്. ഇത് ധാരാളമായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഇത് വലിയ ചിത്രങ്ങളാണ് അധികം പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ചിത്രപീഠത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസുകൾ എടുക്കാം. നമ്മൾ കൊണ്ടുവരുന്ന ഫോട്ടോസുകൾ ഫ്രെയിം ചെയ്ത് കൊടുക്കും. അതുപോലെ ആദ്യം പറഞ്ഞ പോലെ റീസ്റ്റോർ ചെയ്ത് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. വരച്ചെടുക്കാം, ജലച്ചായ വേണമെങ്കിൽ അങ്ങനെ, സ്കെച്ച് വേണമെങ്കിൽ സ്കെച്ച്, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ ഒരു ആശയം ഇവിടെ പറഞ്ഞാൽ മാത്രം മതി. ബാക്കി എല്ലാം ചിത്രപീഠം ചെയ്തു തരും.